വനം വകുപ്പിന്റെ കാടൻ നിയമങ്ങൾ ചിലപ്പോഴൊക്കെ മൊത്തത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് എതിരായി മാറാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റാപ്പ് മ്യൂസിക്കലായിട്ടുള്ള വേടൻ എന്ന് പറയപ്പെടുന്ന ഹിരൺദാസ് മുരളി, അദ്ദേഹത്തിന്റെ കഴുത്തിൽ പുലിപ്പല്ല് കെട്ടിത്തൂക്കി ഇട്ടിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വനമന്ത്രി ആദ്യം അതിനെ ന്യായീകരിക്കുകയും പിന്നീട് അത് വിവാദമാവുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ പുലിപ്പല്ല് കണ്ടെടുത്ത കാര്യത്തിൽ റാപ്പർ വേടനെതിരെ വനംവകുപ്പ് എടുത്ത നടപടി എന്ന് പറയുന്നത് നായാട്ടിന്റെ സെക്ഷൻ വെച്ചുകൊണ്ടുള്ള ഒരു വകുപ്പായിരുന്നു. അതായത് സെക്ഷൻ 9 പ്രകാരം നായാട്ടിനുള്ള കുറ്റമാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിരുന്നത്. ഇനി വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയവും അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഞാൻ പറയാൻ വന്നത് വനംവകുപ്പിന്റെ ഈ ഒരു കാടൻ വിചിത്ര നിയമങ്ങൾക്കെതിരെയാണ്. ഏതായാലും വേടൻ കാട്ടിൽ പോയി ഈ വേട്ടയാടി നായാടി ഈ പുലിയെ കൊന്നിട്ട് അതിന്റെ പല്ലെടുത്ത് കഴുത്തിൽ അണിഞ്ഞതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് വനംവകുപ്പ് ഒക്കെ അന്വേഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഈ കോന്നി MLA ആയിട്ടുള്ള ശ്രീ ജിനീഷ് കുമാർ MLA, അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസിൽ കയറുകയും ഫോറസ്റ്റ് ഓഫീസർമാരോട് കയറുകയും ഇവിടെ ഇനിയും ഒരു നക്സലിസം ഉടലെടുക്കുകയും നിങ്ങളെ പോലുള്ള ആളുകൾക്കെതിരെ പോരാടേണ്ടി വരും എന്നുള്ളൊരവസ്ഥ പറയുകയും ചെയ്തു. അപ്പൊ ഇതുമായിട്ട് KSRTCക്ക് എന്താണ് ബന്ധമെന്നാണ്. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് അവിടെ ഒരു തോട്ടത്തിൽ കാട്ടാന ജനിക്കുന്നു. അത് സംബന്ധിച്ച് അവിടെ പണിക്ക് നിന്നിരുന്ന 9ലധികം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അവിടെ JCB എന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അയാളെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. അങ്ങനെ ആളുകളെ ആ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് വനംവകുപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ആ വനംവകുപ്പ് ഓഫീസിൽ ചെന്ന് പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യം, ബാംഗ്ലൂർക്ക് നിന്ന് വരുന്ന സ്കാനിയ ബസ് ബത്തേരി വെച്ചിട്ട് ഈ സ്കാനിയ ബസ് ഒരു പുള്ളിമാനെ ഇടിച്ച് പുള്ളിമാൻ മരണപ്പെടുന്നു. അപ്പോൾ പുള്ളിമാനെ ഇടിച്ച് ഇത് സംബന്ധിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. പുള്ളിമാനെ ഇടിച്ച് പുലിവാരി പിടിച്ച KSRTC സ്കാനിയ ബസ് ഒടുവിൽ കോടതിയുടെ ഇടപെടലിൽ മോചനം. ഈ ബസ് വനംവകുപ്പ് അവിടെ പിടിച്ചിടുകയും 24 ദിവസം ഈ വനംവകുപ്പ് ഈ വാഹനം കസ്റ്റഡിയിൽ പിടിച്ചിട്ടു. ഈ വാഹനം തുടർന്ന് കോടതിയിൽ ഇത് ചെല്ലുകയും ഈ കേസ് ചെല്ലുകയും കോടതി നിർദ്ദേശിച്ച 13 ലക്ഷം രൂപ ബോണ്ടായി സ്വീകരിച്ചുകൊണ്ട് ഈ KSRTC കെട്ടിവെച്ചിട്ടാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഈ വണ്ടി 19-ാം തീയതി 6:30 മുത്തങ്ങ എടത്തറയിൽ ഈ ബസ് പുള്ളിമാനെ ഇടിച്ച് ആ കേസിൽ നിന്നും ഈ ബസ് ഇറക്കിക്കൊണ്ടുപോരുന്നത്. അവിടെ ഈ എത്ര വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ്. അതിനകത്ത് ഈ ഡ്രൈവർക്കെതിരെ KSRTC ഡ്രൈവർക്കെതിരെ ഈ നായാട്ടിനുള്ള വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുള്ളിമാനെ കൊന്നേക്കാം, ഇച്ചിരി മാനിറച്ചി തിന്നേക്കാം എന്നുള്ള കരുതലോടുകൂടി ഡ്രൈവർ കുറെ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് ഈ വണ്ടി മുത്തങ്ങ എടത്തറയിൽ ചെന്ന് നോക്കി നിൽക്കുന്നു. ഉടനെ പുള്ളിമാൻ വണ്ടിക്ക് മുമ്പിൽ റോഡ് ക്രോസ് ചെയ്യാൻ വരുന്നു. പുള്ളിമാനെ അവിടെ പമ്മി കിടന്നിട്ട് നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ, ചില സംഭവങ്ങളിലൊക്കെ കാണുന്ന പോലെ മനഃപൂർവ്വമായി പുറകെ പോയി ഈ ഇടിച്ചു കൊന്നു. അങ്ങനെ നായാട്ടിനെടുത്ത തോക്ക് കസ്റ്റഡിയിൽ എടുക്കുന്ന പോലെ, നായാടിന്റെ ഉപകരണം കസ്റ്റഡിയിൽ എടുക്കുന്ന പോലെ ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ്. ഏതായാലും നിയമങ്ങൾ കർശനമാകണം. നമ്മളുടെ വനം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, വന്യജീവികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ പ്രകൃതി അവർക്കും കൂടി ഉള്ളതാണ്, ഈ ഭൂമി അവർക്കും കൂടി ജീവിക്കുവാനുള്ളതാണ്. പക്ഷേ നിയമം എന്നുള്ളത് ഇത്രയും കാടൻ നിയമങ്ങൾ, ഇത്രയും ജനദ്രോഹപരമായ നിയമങ്ങൾ, ഈ 13 ദിവസം ഈ KSRTC ബസ് അവിടെ ഇടുവാൻ വേണ്ടി വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ള ഏത് ശക്തികളുടെ പിൻബലത്തിലാണ് ഇതിടാനുണ്ടായിട്ടുള്ളതാണ്. കാരണം ഈ വണ്ടി തിരുവനന്തപുരം ബാംഗ്ലൂർ വണ്ടിയാണ്. നിരവധി സ്വകാര്യ ബസ്സുകൾ ഈ വാഹനം ദരത്തിൽ ഇറങ്ങുവാതിരിക്കുവാൻ വേണ്ടി അതിന്റെ പിന്നാലെ പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. അത്തരത്തിൽ ഇത്തരം വനം വന്യജീവി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്, അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാഹനം അങ്ങനെ ഒരു നൂലാമാലയിൽ കുരുക്കിയിടുവാൻ വേണ്ടി ഇവിടുത്തെ സ്വകാര്യ ബസ്, അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ലോബി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ വിശ്വസിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച്. കാരണം മുൻപൊരിക്കൽ വനംവകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളാണ് ശ്രീ KP ഗണേഷ് കുമാർ അവറുകൾ എന്നുള്ളത് നമ്മൾ മറക്കാതെ പോകരുത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വനംവകുപ്പ് മന്ത്രി ആകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ വകുപ്പിന്റെ വരുന്നതിന്റെ മന്ത്രിതല ചർച്ചകളിൽ വനംവകുപ്പ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നത് ഞാൻ ഓർക്കുന്നു. വനംവകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്. ഏതായാലും അദ്ദേഹം ഈ പ്രശ്നത്തിൽ അത്ര കാര്യമായിട്ട് ഇടപെട്ടതായിട്ട് നമുക്ക് മാധ്യമങ്ങളോട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 10-23 ദിവസം ഈ വാഹനം അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്.
നായാട്ട് നടത്താൻ വേണ്ടി ഒരു വണ്ടിയുമായി തിരുവനന്തപുരത്ത് നിന്ന് ഈ ബാംഗ്ലൂർ റൂട്ടിൽ വന്ന് ഒളിഞ്ഞു കിടന്ന് ആ നായാടി എന്നുള്ള കേസ് ആ വണ്ടിക്കെതിരെയും ആ ഡ്രൈവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് പ്രതിഷേധാർഹമാണ്. ഇത്തരം നിയമങ്ങൾ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയുവാനുള്ളത്. നന്ദി. Thank you.